നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ തൊഴിൽ വിപ്ലവം നടത്തുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. സർക്കാർ ജോലികളിൽ ഒഴിവുള്ള തസ്തികകൾ നികത്തൽ, പേപ്പർ ചോർച്ച അവസാനിപ്പിക്കുക, അസംഘടിത തൊഴിൽ മേഖലയ്ക്ക് സാമൂഹിക സുരക്ഷ, സ്റ്റാർട്ടപ്പ് ഫണ്ട് എന്നിവ യാഥാർത്ഥ്യമാക്കുക എന്നിങ്ങനെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയാണ് ഈ വാഗ്ദാനങ്ങൾ പുറത്തുവിട്ടത്. തൊഴിലില്ലായ്മയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചൂണ്ടിക്കാട്ടിയ രാഹുൽ, ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്കും ആദിവാസികൾക്കും ദളിതർക്കും വേണ്ടി, രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടി കോൺഗ്രസ് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞാണ് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചത്. രാജ്യത്ത് 30 ലക്ഷം സർക്കാർ ഒഴിവുകളുണ്ടെന്ന് ഞങ്ങൾ കണക്കാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ രാഹുൽ, മോദി ഈ ഒഴിവുകൾ നികത്തുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി. അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം 30 ലക്ഷം സർക്കാർ ജോലികളിലേക്ക് യുവാക്കളെ നിയമിക്കുക എന്നതായിരിക്കും. രണ്ടാമതായി, കോൺഗ്രസ് നടപ്പാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലുറപ്പ് നൽകുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പോലെ ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പിനുള്ള അവകാശം ഞങ്ങൾ ഉറപ്പാക്കും. എല്ലാ ബിരുദധാരികൾക്കും ഡിപ്ലോമ ഹോൾഡർമാർക്കും ഈ അപ്രന്റീസ്ഷിപ്പ് നൽകും. ഒരു വർഷത്തേക്ക് സ്വകാര്യ പബ്ലിക് ഓഫീസുകളിൽ ഓരോ ബിരുദധാരിക്കും 1 ലക്ഷം രൂപ സഹിതം അപ്രന്റീസ്ഷിപ്പ് നൽകും. ഇത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള അവകാശമായിരിക്കും. ഇത് രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് രാഹുൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. തന്റെ മുൻ ഭാരത് ജോഡോ യാത്രയിൽ രാജ്യത്തെ യുവാക്കൾ പേപ്പർ ചോർച്ചയെക്കുറിച്ചും സർക്കാർ തസ്തികകളിലേക്കുള്ള പരീക്ഷകളെക്കുറിച്ചും ഇത്തരം ചോർച്ചകൾ കാരണം ജോലി സാധ്യത റദ്ദാക്കപ്പെടുന്നതിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിച്ചു. കഴിഞ്ഞ മാസത്തിൽ ഉത്തർപ്രദേശിൽ മാത്രം 50 ലക്ഷത്തിലധികം യുവാക്കളുടെ തൊഴിൽ സാധ്യതയിന്മേൽ പേപ്പർ ചോർച്ച കരിനിഴൽ വീഴ്ത്തിയിരുന്നു. പേപ്പർ ചോർച്ചയ്ക്കെതിരെ ഒരു പുതിയ നിയമം കൊണ്ടുവരും, അതിനു കീഴിൽ പരീക്ഷകൾ നടത്തുന്ന രീതി മാനദണ്ഡമാക്കും എന്നും രാഹുൽ ഗാന്ധി ഉറപ്പു പറഞ്ഞു. സ്വകാര്യ കമ്പനികൾക്ക് ഔട്ട്സോഴ്സിംഗ് ഉണ്ടാകില്ല, സർക്കാർ മാത്രമേ പരീക്ഷകൾ നടത്തൂ. പേപ്പർ ചോർച്ച സംഭവിച്ചാൽ അത് ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കും. കോൺഗ്രസിന്റെ 4ാമത്തെ ഉറപ്പ് രാജസ്ഥാനിൽ കൊണ്ടുവന്നതുപോലെ അസംഘടിത തൊഴിലാളികൾക്കായി നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നതാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ രാജ്യത്തെ യുവാക്കൾ ഓല, യൂബർ എന്നിവയിൽ ഗിഗ് തൊഴിലാളികളായും ഡെലിവറി ജീവനക്കാരായും ഏർപ്പെട്ടിരിക്കുന്നു. രാജസ്ഥാനിൽ സാമൂഹിക സുരക്ഷയും പെൻഷനും നൽകി അവരെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഒരു നിയമം കൊണ്ടുവന്നു. ഈ നിയമം ഭാവിയിൽ ദേശീയ തലത്തിൽ കൊണ്ടുവരുമെന്നും രാഹുൽ പറഞ്ഞു. യുവാക്കളെ സ്വന്തം ബിസിനസ് തുടങ്ങാൻ സഹായിക്കുന്നതിനായി ജില്ലാ തലത്തിൽ യുവരോഷ്നി ഫണ്ട് എന്ന പേരിൽ 5000 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഫണ്ട് കോൺഗ്രസ് ആരംഭിക്കുമെന്ന് 5ാം ഗ്യാരണ്ടിയായി രാഹുൽ ഉയർത്തിക്കാട്ടി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾക്ക് മോദി തുടക്കമിട്ടെങ്കിലും അതൊന്നും ഒരു മാറ്റവും വരുത്തിയില്ല. ഇത് വൻകിട ബിസിനസ്സുകാർക്ക് മാത്രമാണ് ഗുണം ചെയ്തതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. യുവാക്കൾക്കുള്ള ഈ 5 ഉറപ്പുകൾക്ക് പുറമെ കർഷകർക്ക് MSP ഉറപ്പ് നൽകുന്ന നിയമവും നേരത്തെ വാഗ്ദാനം ചെയ്ത ദേശീയ ജാതി സെൻസസും കോൺഗ്രസ് പ്രകടന പത്രികയിൽ കൊണ്ടുവരുമെന്ന് രാഹുൽ എടുത്തു പറഞ്ഞു. ഭാരത് ജോഡോ ന്യായ് യാത്ര സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും വേണ്ടി മുന്നോട്ട് വെച്ച ഗ്യാരണ്ടികളെ പൊളിച്ചെടുക്കാൻ രംഗത്തിറക്കിയ മോദി കി ഗ്യാരണ്ടിയുമായി BJP പ്രചാരണ ഘോഷം തുടങ്ങിയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഗ്യാരണ്ടിയാണോ മോദിയുടെ ഗ്യാരണ്ടിയാണോ ഇന്ത്യ സ്വീകരിക്കുക എന്നതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാവുക എന്ന കാര്യം ഉറപ്പുണ്ട്.